യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്ന വാർത്ത ആശ്വാസകരമായ ഒന്നാണ്. ശിക്ഷാവിധിയിൽ നിന്നും മുക്തി നേടാനുള്ള അവസരമാണ് ഇതുവഴി ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ 3 തവണ വിദേശമന്ത്രിക്കും തുടർന്ന് പ്രധാനമന്ത്രിക്കും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുമ്പ് തന്നെ കത്ത് അയച്ചിരുന്നു. ലോക കേരള സഭയിലെ അംഗങ്ങളാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരുന്നത്. ലോക കേരള സഭ ഇത്തരത്തിൽ പ്രയോജനപ്പെടും എന്ന് നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രതിനിധി ശ്രീ KV തോമസും പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് കത്ത് നൽകുകയും ചെയ്തതാണ്. സുന്നി നേതാവ്, നമുക്കെല്ലാം പ്രിയപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടലാണ് ശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. യമനിലെ സൂഫി പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ AP അബൂബക്കർ മുസ്ലിയാരെ നേരിട്ട് കാണുകയും ഏറ്റവും അവസാനം വരെയുള്ള ഫലപ്രദമായ ഇടപെടൽ നടന്നുവരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാവരുടെയും പിന്തുണ ആവശ്യവുമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറുടെ സന്ദർശനത്തിൽ നിന്നൊരു കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പരമാവധി ശ്രമം ഇനിയും തുടരാം. മനുഷ്യത്വപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ഒരു മതവും തടസ്സം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രായശ്ചിത്തം ചെയ്താൽ ശിക്ഷ ഇളവ് നൽകാം എന്നത് മതപരമായ ഉള്ളടക്കത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയുണ്ടായി. ഇത്തരത്തിലുള്ളൊരു നിലപാട് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക എന്ന നിലയിൽ മതഭേദമില്ലാതെ AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രവർത്തനങ്ങളെ എല്ലാവരും പിന്തുണക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിനു പകരം വർഗീയമായി ചേരിതിരിക്കുന്ന ചില വിഭാഗങ്ങളുടെ കുത്സിത ശ്രമങ്ങൾ ഇപ്പോഴ് നവമാധ്യമത്തിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിലിടപെട്ട AP അബൂബക്കർ മുസ്ലിയാർക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആരോഗ്യകരമല്ല. അപ്പോൾ ഇതിനെതിരെ കേരള സമൂഹം ജാഗരൂകരായിരിക്കണം
എന്നാണ് അതുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത്.